ഇല്ലാതെ നമ്മുടെയൊക്കെ ഒരു ദിവസം കടന്നു പോകുമോ? ദുഷ്കരമാണല്ലേ? സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ പരിശോധിക്കുന്നത് മുതൽ ദൈനംദിന ജോലികൾ കൈകാര്യം ചെയ്യുന്നത് വരെ സ്മാർട്ട് ഫോണുകൾ അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫോണിന്റെ അമിത ഉപയോഗം അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയുകയും ചെയ്യാം. എന്നാലും 1 മണിക്കൂർ പോലും ഇത് ഒഴിവാക്കാനും വയ്യ. എന്നാലോ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നവുമാണ്. ഫോണിന്റെ ഉപയോഗം സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കണ്ണിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ രോഗം മൂലം ഉണ്ടാവുക. ഇത് അന്ധതയിലേക്ക് വരെ നയിച്ചേക്കാം. സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം മാത്രമല്ല, ലാപ്ടോപ്പുകൾ, ടാബുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ദീർഘകാല ഉപയോഗം മൂലവും സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഉണ്ടായേക്കാം. ഈ ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചത്തിൽ ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് കണ്ണിന് ആയാസം, തലവേദന, വരണ്ട കണ്ണുകൾ, കാഴ്ച മങ്ങൽ എന്നിവയുൾപ്പെടെ വിവിധ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയാണ്. നീല വെളിച്ചത്തിന്റെ എക്സ്പോഷർ, സ്ക്രീൻ ഗ്ലയർ, മിന്നിമറയുന്നത് കുറയൽ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് ഈ അസ്വസ്ഥതയ്ക്ക് പ്രധാനമായും കാരണം. ഡിജിറ്റൽ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന ഉയർന്ന ഊർജ്ജ ദൃശ്യപ്രകാശമായ നീല വെളിച്ചം കണ്ണുകളിലേക്ക് തുളച്ചു കയറുകയും റെറ്റിനയ്ക്ക് കേടുപാടുകൾ വരുത്തുകയും കാഴ്ച പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സ്ക്രീൻ ഗ്ലെയർ കണ്ണുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും തലവേദന ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കണ്ണു മിന്നുന്നത് കുറയ്ക്കുന്നത് കണ്ണുകൾ വരണ്ടതാക്കുന്നതിനും അസ്വസ്ഥതയ്ക്കും കാരണമാകും. സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രോം വ്യക്തിയെയും ലക്ഷണങ്ങളുടെ തീവ്രതയെയും ആശ്രയിച്ച് വ്യത്യസ്തമുള്ളവയായിരിക്കാം. മിക്ക കേസുകളിലും ലക്ഷണങ്ങൾ താൽക്കാലികമാണ്. സ്ക്രീൻ സമയത്തിൽ നിന്ന് പതിവായ ഇടവേളകൾ എടുക്കുന്നതിലൂടെയും നിങ്ങളുടെ ഉപകരണത്തിലെ തെളിച്ചവും ദൃശ്യ തീവ്രത ക്രമീകരിക്കുന്നതിലൂടെയും സ്ക്രീൻ സുഗമമായ അകലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെയും ഇത് ലഘൂകരിക്കാനാകുന്നതാണ്. കണ്ണിന്റെ ആയാസം അല്ലെങ്കിൽ അസ്വസ്ഥത പോലുള്ള നേരിയ ലക്ഷണങ്ങൾ സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുകയും നല്ല നേത്ര പരിചരണ രീതികൾ സ്വീകരിക്കുകയും ചെയ്താൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലോ കുറഞ്ഞേക്കാം. എങ്കിൽ തന്നെയും ലക്ഷണങ്ങൾ ഗുരുതരമോ സ്ഥിരമോ ആണെങ്കിൽ ഏതെങ്കിലും അടിസ്ഥാന നേത്ര രോഗങ്ങൾ ഒഴിവാക്കാൻ ഒരു നേത്രരോഗ വിദഗ്ധനെയോ ആരോഗ്യ സംരക്ഷണ ദാതാവിനെയോ സമീപിക്കേണ്ടത് പ്രധാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്.